SFIക്ക് തിരിച്ചടി. കേരള സർവകലാശാലയിൽ ജനറൽ കൗൺസിൽ രൂപീകരിക്കാൻ ഇടക്കാല ഉത്തരവ്. 2024-25 വർഷത്തെ USCമാരെ ഉൾക്കൊള്ളിക്കണം. ഫെബ്രുവരി 28-നകം തന്നെ ജനറൽ കൗൺസിൽ രൂപീകരിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, മറ്റ് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, 2024-25 വർഷത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരള സർവകലാശാലയിൽ പുതിയ ജനറൽ കൗൺസിൽ രൂപീകരിക്കാനായിട്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 28-നകം തന്നെ ഈ ജനറൽ കൗൺസിൽ രൂപീകരിക്കണമെന്നാണ് ജസ്റ്റിസ് N നഗരേഷിന്റെ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. VTM NSS കോളേജിലെ ABVP UUC ആയിട്ടുള്ള അനന്തൻ RB നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇത്തരമൊരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ 24-25 വർഷത്തെ UUCമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജനറൽ കൗൺസിൽ രൂപീകരിക്കാൻ നിർദ്ദേശം വന്നതോടുകൂടി 2023-24 വർഷത്തെ UUCമാരുടെ ഭാരവാഹിത്വം അസാധുവായി പോകും. ഇത് തന്നെയാണ് SFIക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യം. നിലവിൽ ഈ കേരള സർവകലാശാല വളപ്പിനുള്ളിൽ SFI നടത്തിക്കൊണ്ടിരുന്ന സമരം എന്ന് പറയുന്നത് 2023-24 വർഷത്തെ UUCമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് യൂണിയൻ രൂപീകരിക്കണം എന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു. ആ സെനറ്റ് ഹാളിൽ അടക്കം KSUയും SFIയും തമ്മിൽ നടന്ന സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു യൂണിയൻ രൂപീകരിക്കുന്നതിൽ വലിയൊരു അനിശ്ചിതാവസ്ഥ രൂപപ്പെട്ടത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടും ഒപ്പം തന്നെ 24-25 വർഷത്തെ UUCമാരെ ഉൾക്കൊള്ളിച്ച് ജനറൽ കൗൺസിലും അതോടൊപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അനന്തൻ RB ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും ഹൈക്കോടതി നിലവിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പുതിയ ജനറൽ കൗൺസിലിൽ 2024-25 വർഷത്തെ ഭാരവാഹികളായിട്ടുള്ള, അതായത് UUCമാരെ ഉൾക്കൊള്ളിച്ച് വേണം ജനറൽ കൗൺസിൽ രൂപീകരിക്കാൻ. അത് 28-നകം, ഈ മാസം 28-നകം തന്നെ ജനറൽ കൗൺസിൽ രൂപീകരിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വിഷ്ണു. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.